ഹായ്, SL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊക്കെ അറിയാം, ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഈഗോ എന്ന് പറയുന്നത് വലിയൊരു ശത്രുവാണ് അല്ലേ. അതായത് ആ ഒരു ബന്ധത്തെ ഒരു വളരെ മോശമായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ആ ആളുകൾക്കിടയിലുള്ള ഈഗോ എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം. സോ ഈഗോ ഉള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഈ പറയുന്ന സൈനുകളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്കിടയിൽ എന്താ ഉള്ളത് എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാവും. മറ്റൊന്നല്ല, ഈഗോ തന്നെയാണ്, ഈഗോ പ്രശ്നമാണ് ഉള്ളത് എന്ന്. അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആ ബന്ധം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും. അപ്പൊ നമുക്ക് നോക്കാം ഈഗോ ഉള്ള റിലേഷൻഷിപ്പുകൾ എങ്ങനെയായിരിക്കും, അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളത്. ഒന്നാമത്തെ സൈൻ എന്ന് പറയുമ്പോൾ ഒരു കോമ്പറ്റീഷൻ മോഡലായിരിക്കും അവിടെ ഉണ്ടാവുക. അതായത് ഞാനാണ് ജയിച്ചത്, അല്ലെങ്കിൽ ആര് ജയിച്ചു ആര് തോറ്റു, ഈ ഒരു സംഭവത്തെ കുറിച്ചുള്ള ഡിസ്കഷൻ എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ എനിക്ക് ജയിക്കണം എന്നൊരു മെന്റാലിറ്റി, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും അതിലുള്ള ആളുകൾക്ക് ഉണ്ടാവുക. രണ്ടുപേർക്കും മേ ബി അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നത്തിലല്ല ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക, നേരെ മറിച്ച് ആളുകളുടെ ഇടയിലായിരിക്കും. അതായത് ആ രണ്ടുപേർക്ക് ഇടയിലായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടായിരിക്കും ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. എനിക്ക് എന്ത് ചെയ്തിട്ടായാലും വിജയിക്കണം എന്നുള്ള ഒരു സംഭവം ഉണ്ടാവും. അതാണ് ശരിക്കും ഒരു ഈഗോ എന്ന് പറയുന്നത്. താഴ്ന്നു കൊടുക്കാൻ വയ്യാത്തൊരു അവസ്ഥ ഉണ്ടല്ലോ, താഴ്ന്നു കൊടുത്താൽ ശരിയാവില്ല എന്നുള്ളത്, ഞാൻ ഭരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി എപ്പോഴും ആ റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തില് എപ്പോഴും ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ മോഡലിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ഈഗോ ആണ് അവിടുത്തെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സത്യസന്ധമായിട്ട് ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടത്തില്ല. ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു സാധനത്തിന് ഭയങ്കര പേടി ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു ജീവിനോ എന്തെങ്കിലും പേടി ഉണ്ടാവും. ചിലർക്ക് പല്ലി, പാറ്റ, തവള, ഇങ്ങനെ ഓരോ സാധനങ്ങളെ പേടിയുണ്ടല്ലോ. സാധനം എന്നല്ല, എന്തെങ്കിലും സംഭവങ്ങളെ പേടിയുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു റിലേഷൻഷിപ്പിൽ അത്ര ജെന്യുവൻ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭയവും എല്ലാം നമ്മൾ നമ്മുടെ പാർട്ട്ണറോട് ഷെയർ ചെയ്യും. അത് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്ന് നമ്മൾ വിചാരിക്കുക. ബിക്കോസ് അവരത് അറിഞ്ഞിരിക്കണം എന്നായിരിക്കും നമ്മൾ വിചാരിക്കേണ്ടാവുക. പക്ഷേ നേരെ മറിച്ച് ഒരു ഈഗോ ഉള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവില്ല കാണാൻ പറ്റുക. അതായത് ഇവർ തുറന്നു പറയില്ല, എനിക്ക് ഇന്ന സാധനം പേടിയാണെന്നുള്ളത് തുറന്നു പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ താഴ്ന്നു പോവില്ലേ, അല്ലെങ്കിൽ എൻ്റെ വില കുറച്ച് പോവില്ലേ എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് തന്നെ പറയാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്കിടയിൽ ഉണ്ടാവില്ല, തുറന്ന സംസാരം ഉണ്ടാവില്ല എന്നുള്ളതാണ്. എല്ലാ കാര്യമൊന്നും ഷെയർ ചെയ്യില്ല. ബിക്കോസ് ഈഗോ അവർക്കിടയിൽ ഉണ്ട്. അത് വലിയൊരു വമ്പൻ സംഭവമായിട്ട് തന്നെ അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം തുറന്നു പറയാനുള്ള ഒരു ചിന്താഗതിയൊന്നും അവർക്ക് വരില്ല എന്നുള്ളതാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഓക്കെയാണ്, ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഈഗോ എന്ന് തന്നെയാണ് കരുതാനായിട്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അപ്പോളജൈസ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണെന്നുള്ളതാണ്. അതായത് സോറി പറയാൻ ഭയങ്കര മടിയാണ്. ചില ആളുകളെ നമ്മൾ കാണാറുണ്ട്, സോറി പറയില്ല, വേറെ എന്തൊക്കെ പറഞ്ഞാലും ക്ഷമ ചോദിക്കില്ല എന്നുള്ളതാണ്. അതിപ്പോ അവർ ചെയ്തത് തെറ്റാണെന്നുള്ളത് എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആള് സോറി പറയില്ല. പറയാൻ ഭയങ്കര ഒരു എന്താ പറയാ, ഇല്ല ഞാൻ സോറി പറയില്ല എന്നുള്ള രീതിയിലായിരിക്കും ആൾ നിൽക്കുന്നുണ്ടാവുക എന്നുള്ളതാ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗോ തന്നെയാണ്. ഞാൻ സോറി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എന്തൊക്കെയോ സംഭവങ്ങൾ പോവും എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് അവർക്കുള്ളത്. ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടാവും, അതുകൊണ്ട് സോറി പറയാൻ പാടില്ല, സോറി പറഞ്ഞാൽ ഭയങ്കര മോശമാണെന്നൊക്കെ ചിന്തിക്കുന്നവരാണ്. അതേപോലെ തന്നെ റിലേഷൻഷിപ്പിലും എന്തൊക്കെ തെറ്റ് അവർ ചെയ്തിട്ടുണ്ടെങ്കിലും സോറി പറയില്ല. ഇനിയിപ്പോൾ നിങ്ങളായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്യണ്ടാവുക കേട്ടോ. അപ്പൊ ഈഗോ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവര് ചെയ്ത കാര്യങ്ങൾക്ക് സോറി പറയില്ല എന്നുള്ളതാണ്. അതേപോലെ താങ്ക്സ് പറയാനും ഭയങ്കര മടിയായിരിക്കും. പക്ഷെ സോറി പറയാനാണ് കൂടുതലായിട്ടും ഇവർ മടി കാണിക്കുക. അപ്പോൾ ഇങ്ങനെ അപ്പോളജൈസ് ചെയ്യാനായിട്ട് ഭയങ്കര മടി കാണിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അതും ഈഗോ പ്രശ്നം തന്നെയാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണല്ലേ. ഏതൊരു ബന്ധമാണെന്നുണ്ടെങ്കിലും അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നവർക്കിടയിൽ എപ്പോഴും സ്നേഹം ഉണ്ടാവും. അത് രണ്ടുപേരും അത്രയധികം സ്നേഹിക്കുന്നുണ്ടെങ്കിലാണ് അത്തരത്തിൽ ഒരു റിയൽ ആയിട്ടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു രീതി കാണാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അങ്ങനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ശരിക്കും അവരുടെ ഉള്ളിലുള്ളത് തുറന്നവർ സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ അങ്ങനെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവർക്ക് ഈഗോ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഇപ്പം നമുക്ക് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ സ്നേഹം പുറത്ത് കാണിച്ചേ പറ്റുള്ളൂ. അത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റണം നമുക്ക് അവരോട് ഇഷ്ടമാണ് എന്നുള്ള ആ ഒരു കാര്യം. അതേപോലെ നമ്മളിപ്പോൾ അവരെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞാലേ ആൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാ കാര്യവും നമ്മൾ തുറന്ന് സംസാരിച്ചാലാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ഇവരെന്താ വിചാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്
നമ്മുടെ മനസ്സിലുള്ള ഈ ഒരു കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് അവളെ അല്ലെങ്കിൽ അവനെ കാണാൻ തോന്നുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അവൾ കുറച്ചുകൂടി അങ്ങോട്ട് അല്ലെങ്കിൽ അവൻ കുറച്ചുകൂടി ഒന്ന് പൊന്തൂല്ലേ, അപ്പൊ ഞാൻ അവരുടെ പുറകെ പോവാന്നൊക്കെ തോന്നില്ലേ എന്നൊക്കെയുള്ള ചിന്താഗതി വരും. അപ്പൊ അങ്ങനെ തോന്നുന്നോണ്ട് തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാറില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പോലും മടി കാണിക്കുന്ന ആളുകളായിരിക്കും ഇത്തരത്തിൽ ഈഗോ ഉള്ള ആളുകൾ എന്ന് പറയുന്നത്. അവരുടെ റിലേഷൻഷിപ്പ് നോക്കിയാൽ തന്നെ മനസ്സിലാവും, പലതും അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. അവരുടെ സ്നേഹപ്രകടനം പോലും നല്ല രീതിയിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ഇനി അഞ്ചാമതൊരു പോയിന്റ് എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് ഇവരെപ്പോഴും കുറെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൽ നിന്ന്. അത് ശരിക്കും സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ പോലും ആയിരിക്കില്ല. അവരുടെ ഈഗോക്ക് അനുസരിച്ചാണ് അവര് അങ്ങനെ ചിന്തിച്ചു കൂട്ടുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് എക്സ്പ്രസ് ചെയ്യൂല. പക്ഷെ അവർ കുറെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയണമെന്ന് ആഗ്രഹിക്കും ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ അത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞൂടെ, അതും പറയില്ല. പക്ഷെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. അവൻ അല്ലെങ്കിൽ അവൾ അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെയുള്ള കുറെ ചിന്തകൾ ഉണ്ടായിരിക്കും. നടക്കാനുള്ള സാധ്യത വളരെ കുറവുമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആ റിലേഷൻഷിപ്പ് ഈഗോ എന്ന് പറയുന്ന സംഭവം പിടിച്ചു കുലുക്കി നിൽക്കുകയാണോ, അതായത് ഈഗോ ആണോ ആ റിലേഷൻഷിപ്പിൽ മുഴുവനായിട്ടും ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൽ ഈഗോ എന്ന് പറയുന്നത് വലിയ ശത്രു തന്നെയാണ്. ആ ബന്ധം ഇല്ലാതാക്കാൻ കാരണമാകുന്ന ഏറ്റവും വലിയ ശത്രു. അപ്പൊ ആ ഒരു ഈഗോ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഒരാൾ മാത്രം ചിന്തിച്ചാൽ പോരാ, രണ്ടുപേരും മുൻകൈ എടുത്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മാത്രം ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഈഗോ എന്ന് പറയുന്നത് ആവശ്യമില്ല, നമുക്ക് വേണ്ടാത്തൊരു കാര്യം അത്. നമുക്ക് ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ. അതിൽ ചുമ്മാ ഈഗോ കാണിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത് നേടാതിരിക്കുക, അല്ലെങ്കിൽ വരാനിരിക്കുന്നത് തടഞ്ഞു നിർത്തുക, ഇതൊക്കെ ഈ ഒരു ഈഗോ കൊണ്ട് ഉണ്ടാവുന്ന. അപ്പൊ അതിന്റെ ആവശ്യം നമുക്ക് വേണ്ട. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ ആ റിലേഷൻഷിപ്പിൽ എല്ലാ രീതിയിലുള്ള സ്നേഹവും നമുക്ക് കിട്ടണം, നമ്മൾ തിരിച്ചും അങ്ങനെ കൊടുക്കണം. അപ്പോഴാണ് അത് കൂടുതൽ മനോഹരമാവുക. അതിനുവേണ്ടി ശ്രമിക്കുക. അതായത് ഈഗോ ഇല്ലാതാക്കാൻ പറ്റുന്നത് പോലെ നിങ്ങൾ പരിശ്രമിക്കുക. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്